നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. റഫയിലും മധ്യ ഗാസയിലും അതിരൂക്ഷമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേലി സേന. കഴിഞ്ഞ ദിവസം നുസ്രൈത്തിന് സമീപം നടത്തിയ കനത്ത ആക്രമണത്തിലൂടെ 4 ബന്ദികളെ ഇസ്രായേലി സേന രക്ഷപ്പെടുത്തിയിരുന്നു. ഹമാസ് ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രായേലിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയ 4 പേരെയാണ് ഇസ്രായേൽ സേന അതിസാഹസികമായ ആക്രമണത്തിലൂടെ രക്ഷപ്പെടുത്തിയത്. എന്നാൽ ഈ ആക്രമണത്തിൽ 274 പാലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് ഗാസയുടെ ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ പുറത്തുവിടുന്നത്. കനത്ത ആക്രമണമാണ് ഈ ബന്ദികളെ ഒളിവിൽ പാർപ്പിച്ചിരുന്ന കെട്ടിട സമുച്ചയത്തിലേക്ക് ഇസ്രായേൽ സേന നടത്തിയത്. റോക്കറ്റ് ആക്രമണത്തിന് ശേഷമായിരുന്നു ഇസ്രായേൽ സേനയുടെ നേരിട്ടുള്ള ഏറ്റുമുട്ടലിനൊടുവിലാണ് ആ കെട്ടിടത്തിലുണ്ടായിരുന്ന മുഴുവൻ തീവ്രവാദികളെയും കൊലപ്പെടുത്തി എന്ന് ഇസ്രായേലി സേന അവകാശപ്പെടുന്നത്. അതിനുശേഷമാണ് 4 ബന്ദികളെ ഇസ്രായേലി സേന അതിസാഹസ്യമായി രക്ഷപ്പെടുത്തിയത്. അത് അംഗീകരിക്കുന്ന പാലസ്തീൻ്റെ ആരോഗ്യ മന്ത്രാലയം ആ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടത് 274ഓളം വരുന്ന പാലസ്തീൻ സിവിലിയൻസിൻ്റെ ജീവിതമാണെന്ന കാര്യം കൂടി വെളിപ്പെടുത്തുകയാണ്. അറബ് അനുകൂല മാധ്യമമായ അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങളാണ് ഇത്തരം വാർത്തകൾ പുറത്തുവിടുന്നത്. എന്നാൽ കൊല്ലപ്പെട്ടവരിൽ എത്ര പേർ ഹമാസിൻ്റെ തീവ്രവാദികളെന്നോ എത്ര പേർ സാധാരണക്കാരായ ജനങ്ങളാണെന്നോ ഉള്ള കണക്കുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും ശക്തമായ ആക്രമണം ഗാസയിലും റഫയിലും ഇപ്പോഴും തുടരുകയാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. റഫയിലെ തീവ്രവാദി കേന്ദ്രങ്ങളിലേക്ക്, ഹമാസിൻ്റെ ഒളി കേന്ദ്രങ്ങളിലേക്ക് ശക്തമായ റോക്കറ്റ് ആക്രമണം, ഓരോ മിനിറ്റിലും ഓരോ റോക്കറ്റുകൾ എന്ന കണക്കിൽ അതിരൂക്ഷമായ ആക്രമണമാണിപ്പോൾ റഫയിലും മധ്യ ഗാസയിലും അടക്കം ഇസ്രായേൽ സേന നടത്തുന്നത്. ആക്രമണം കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് സ്വമേധയാ പൂർണ്ണമായ വെടിനിർത്തലിന് ഹമാസിനെ പ്രാപ്തരാക്കുക, അല്ലെങ്കിൽ അത്തരമൊരവസ്ഥയിലേക്ക് ഹമാസിനെ തള്ളിവിടുക, ഇതാണ് ഇസ്രായേൽ സേന ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് എത്രയും വേഗം ആക്രമണം നടത്താനും യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കാനുമുള്ള നിർദ്ദേശം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ സൈന്യത്തിന് നൽകിയത്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നിർദ്ദേശം ശിരസാവഹിച്ചുകൊണ്ടുള്ള ശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത്. ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ അനുദിനം കൊല്ലപ്പെടുന്ന പാലസ്തീനികളുടെ സിവിലിയൻസിൻ്റെ എണ്ണത്തിന് ഒരു കണക്കുമില്ല. റഫയിലും മധ്യ ഗാസയിലും അടക്കമുള്ള തെരുവുകളിൽ മനുഷ്യ ശവശരീരങ്ങൾ കുന്നുകൂടി കിടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ദൃക്സാക്ഷികൾ നൽകുന്നത്. എങ്ങും ചോരപ്പാടുകൾ മാത്രമാണ്. ആക്രമണത്തിൽ ചിന്നിച്ചിതറിയ ശവശരീരങ്ങൾ തെരുവുകളിൽ കിടക്കുന്നു. അവ മാറ്റുന്നതിനുള്ള ഒരു നടപടിയുമില്ല. അൽ അക്സ ആശുപത്രി, റഫയിൽ അവശേഷിക്കുന്ന ഏക ആശുപത്രിയായ അൽ അക്സ ആശുപത്രി പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നതാണ്. ഏകദേശം 6 ലക്ഷത്തിലധികം ആളുകൾ അഭയാർത്ഥികളായി തിങ്ങിക്കൂടുന്ന ഒരു പ്രദേശം കൂടിയാണ് അൽ അക്സ ആശുപത്രി. അൽ അക്സ ആശുപത്രിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ്. കനത്ത റോക്കറ്റ് ആക്രമണം, ഷെല്ലാക്രമണം മൂലം അവിടേക്ക് ആംബുലൻസുകൾക്ക് പോലും എത്താൻ കഴിയുന്നില്ല എന്നുള്ള വിവരമാണ് വിദേശ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. അത്രത്തോളം രൂക്ഷമായി ആക്രമണം മാറിയിരിക്കുന്നു. കാരണം ഇസ്രായേലിന് അധിക നാൾ ഈ ആക്രമണം മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്ന് ഇസ്രായേൽ ഭരണകൂടത്തിന് തന്നെ അറിയാം. എത്രയും വേഗം ഈ ആക്രമണം നടത്തി അവസാനിപ്പിക്കുക. പക്ഷേ കഴിഞ്ഞ ദിവസം 4 ബന്ദികളെ രക്ഷപ്പെടുത്തിയത് ഇസ്രായേലി സേനയെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. ഇസ്രായേലിൽ ഭരണകൂടത്തിനെതിരെ നടക്കുന്ന ആഭ്യന്തര പ്രതിഷേധങ്ങൾക്ക് തടയിടാനുള്ള ഒരു വലിയ ആയുധമായി ഈ 4 ബന്ദികളുടെ മോചനം ഇസ്രായേലിന് അനുകൂലമായിട്ടുണ്ട്. 4 ബന്ദികളെ അതിസാഹസികമായ ആക്രമണത്തിലൂടെയാണ് ഇസ്രായേൽ രക്ഷപ്പെടുത്തിയത്. ഗാസയിലും റഫയിലെ വിവിധ ഭാഗങ്ങളിലും ഇനിയും 100ഓളം വരുന്ന ബന്ദികളെ ഹമാസിൻ്റെ ഭീകരവാദികൾ ഇപ്പോഴും ഒളിവിൽ പാർപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇവരുടെ അടുത്തേക്ക് എത്തുക എന്നുള്ള വളരെ ഭഗീരഥമായ ഒരു പ്രയത്നത്തിലാണ് ഇപ്പോൾ ഇസ്രായേലി സേന. ഇവരുടെ ഒളിയിടങ്ങൾ കൃത്യമായി കണ്ടെത്തുക, ആ ഒളിയിടങ്ങൾ ആക്രമിച്ച് ഈ ബന്ദികളെ രക്ഷപ്പെടുത്തുകയും ഇവരെ തടഞ്ഞു വച്ചിരിക്കുന്ന ഹമാസിൻ്റെ ഭീകരവാദികളെ കൊന്നൊടുക്കുകയും ചെയ്യുക. ഇതാണ് ഇപ്പോൾ ഇസ്രായേൽ സേനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് അത്രത്തോളം നിസ്സാരമല്ല, വളരെയധികം ക്ലേശകരമായ ഒരു ദൗത്യമാണ്. ആ ക്ലേശകരമായ ദൗത്യത്തിലേക്ക് പോവുകയാണ് ഇസ്രായേലി സേന. അതിനിടയിൽ റഫയിൽ കഴിഞ്ഞ 10-12 ദിവസമായി നടത്തുന്ന റെയ്ഡിൽ, റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകൾ അടക്കമുള്ളവയിൽ ഓരോ മണിക്കൂറിൽ നടത്തുന്ന റെയ്ഡുകളിൽ 100 കണക്കിന് പാലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു ആരോപണവുമായി പാലസ്തീൻ ഭരണകൂടം രംഗത്ത് വന്നിരിക്കുന്നു. എന്നാൽ ഇസ്രായേൽ പറയുന്നത് അഭയാർത്ഥി ക്യാമ്പുകളിൽ ഒളിവിൽ കഴിയുന്ന
ഹമാസ് ഭീകരരെയാണ് ഞങ്ങൾ കൊന്നൊടുക്കിയിട്ടുള്ളത്. അവിടെ കൃത്യമായ തിരിച്ചടിപ്പട നടത്തുന്നുണ്ട്. ഓരോ ക്യാമ്പുകളിലുമുള്ള ആളുകൾ ആരൊക്കെയാണ്, അവർക്ക് ഹമാസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ, അവരുടെ ഹിസ്റ്ററി എന്താണ്, ഇതൊക്കെ വിശദമായി പരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ റെയ്ഡ് തുടരുന്നത്. ആ റെയ്ഡിൻ്റെ ഒടുവിലാണ് ഹമാസ് ഭീകരെന്ന് കണ്ടെത്തിയ ആളുകളെ കൊലപ്പെടുത്തുന്നത് എന്നുള്ള വിശദീകരണമാണ് ഇക്കാര്യത്തിൽ ഇസ്രായേൽ സേന നൽകുന്നത്. അതേസമയം അന്താരാഷ്ട്ര തലത്തിൽ വലിയ സമ്മർദ്ദം വീണ്ടും തുടരുകയാണ്. ഓരോ ദിവസവും റഫയിലും അതുപോലെ മധ്യ ഗാസയിലുമൊക്കെ മരിച്ചു വീഴുന്ന സാധാരണക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം റഫയിലെ ഒരു സ്കൂളിൻ്റെ നേരെ ഇസ്രായേൽ സേന നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ 33 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതേസമയം ഇസ്രായേൽ സേന ശനിയാഴ്ച രാത്രി ലെബനനിലേക്ക് നടത്തിയ ഒരു വ്യോമാക്രമണത്തിൽ രണ്ട് ഹിസ്ബുള്ളയുടെ നേതാക്കന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരവും ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നു. 2 മിസൈലുകളാണ് ഇസ്രായേലി സേന ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് ഇന്നലെ തൊടുത്തത്. ആ 2 മിസൈലുകളും ലക്ഷ്യസ്ഥാനത്ത് തന്നെ എത്തിയതായി ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കുന്നു. ആ ആക്രമണത്തിലാണ് 2 ഹിസ്ബുള്ളയുടെ തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. അതേസമയം അൽ നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയ ആക്രമണത്തിൽ 4 ബന്ദികളെ രക്ഷപ്പെടുത്തിയെങ്കിലും ആ ആക്രമണത്തിൽ നിരവധി ബന്ദികൾ കൊല്ലപ്പെട്ടു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഹമാസിൻ്റെ സംഘടനയായ അൽ ഖസം ബ്രിഗേഡ്, ഗാസയിലെ അൽ ഖസം ബ്രിഗേഡിൻ്റെ വക്താവാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അൽ നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയ ആക്രമണത്തിനൊടുവിലാണ് 4 ബന്ദികളെ ഇസ്രായേലി സേന രക്ഷപ്പെടുത്തിയത്. ഇതിൻ്റെ ആഹ്ലാദം അടങ്ങുന്നതിന് മുൻപാണ് ആ ആക്രമണത്തിൽ ചില ബന്ദികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരവും അൽ ഖസം ബ്രിഗേഡ് തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആ ബന്ദികൾ ആരൊക്കെ എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ അവർ പുറത്തുവിട്ടിട്ടില്ല. അതേസമയം ഈ ആക്രമണത്തിൽ 276ഓളം വരുന്ന പാലസ്തീനികൾ അഭയാർത്ഥികൾ കൊല്ലപ്പെട്ടു. അതിൽ നിരവധി സ്ത്രീകളും കുട്ടികളുമുണ്ട് എന്ന വിവരവും ഇപ്പോൾ അൽ ഖസം ബ്രിഗേഡിൻ്റെ വക്താവ് വ്യക്തമാക്കുന്നു. അൽ ഖസം ബ്രിഗേഡിൻ്റെ വക്താവ് അബു ഉബൈദ വ്യക്തമാക്കുകയാണ്. അതേസമയം ഇസ്രായേലിൽ അൽ ജസീറ ചാനലിനുള്ള നിരോധനം 45 ദിവസത്തിലേക്ക് കൂടി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേലി ഭരണകൂടം. ഇസ്രായേലിൻ്റെ ബ്രോഡ്കാസ്റ്റ് മിനിസ്ട്രിയാണ് ഈ നിരോധനം നീട്ടിയത്. നേരത്തെ 35 ദിവസത്തെ നിരോധനമാണ് അൽ ജസീറയുടെ പ്രവർത്തനത്തിന് ഇസ്രായേലിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ആ നിരോധനം ഇപ്പോൾ 45 ദിവസത്തേക്ക് കൂട്ടി നീട്ടിയിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരികയാണ്. ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ അസത്യ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു. ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൻ്റെ സത്യാവസ്ഥകൾ പുറത്തു കൊണ്ടുവരുന്നില്ല. ഹമാസിനും പാലസ്തീനും അനുകൂലമായ ഒരു വാർത്താ പ്രചരണം നടത്തുന്നു എന്നാണ് അൽ ജസീറയ്ക്കെതിരെ ഇസ്രായേൽ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണം. എന്തായാലും ഇസ്രായേൽ ഗാസ യുദ്ധവുമായി ബന്ധപ്പെട്ട് മരണസംഖ്യകൾ പെരുപ്പിച്ചു കാണിക്കുന്നതിൽ അൽ ജസീറയ്ക്ക് പങ്കുണ്ട് എന്നുള്ള ആക്ഷേപവും ആരോപണവും ലോകത്ത് തന്നെ ശക്തമാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ അൽ ജസീറയുടെ പ്രവർത്തനത്തിനുള്ള നിരോധനം 45 ദിവസം കൂടി വർദ്ധിപ്പിക്കാൻ ഇസ്രായേലി ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്.